In the stillness between each bell, the Word of God is waiting to echo in our hearts. Welcome to Echoes of the Word. ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ, ഒരു പുതുവത്സരത്തിന്റെ പടിവാതിൽക്കൽ സുവിശേഷം നമുക്ക് ഒരു ലളിതമായ രംഗം നൽകുന്നു. അവർ തിടുക്കത്തിൽ പോയി മറിയയും യോസേഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന കുട്ടിയെയും കണ്ടെത്തി. കൊട്ടാരമില്ല, ശക്തിയില്ല, ശബ്ദമില്ല. വെറും ഒരു കുട്ടി, വെറും ഒരു കുടുംബം, ലാളിത്യത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവം മാത്രം. അവർ തിടുക്കത്തിൽ പോയി. ഭയത്തിലല്ല, ആശയക്കുഴപ്പത്തിലല്ല, പക്ഷേ വാഞ്ചയിലാണ്. ദൈവം സംസാരിക്കുമ്പോൾ ഹൃദയത്തിന് നിശ്ചലമായി നിൽക്കാൻ കഴിയില്ല. സ്വർഗം ഭൂമിയെ സ്പർശിക്കുമ്പോൾ താമസം അസാധ്യമാകും. ഇടയന്മാർ പോകുന്നു. അവർ എന്താണ് കണ്ടെത്തുന്നത്? ആശ്വാസമല്ല, അടുപ്പമാണ്. ആഡംബരമല്ല, സ്നേഹമാണ്. ആരും പ്രതീക്ഷിക്കാത്തിടത്ത് അവർ ദൈവത്തെ കണ്ടെത്തുന്നു. പുൽത്തൊട്ടി സംസാരിക്കുന്നു. അത് വിനയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അത് ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നമ്മെ അഹങ്കാരത്തിലേക്ക് ഉയർത്താനല്ല, മറിച്ച് സ്നേഹത്തിൽ ആഴത്തിൽ വേരുറപ്പിക്കാൻ ഇറങ്ങിവരുന്ന ഒരു ദൈവത്തെ ഇത് വെളിപ്പെടുത്തുന്നു. അവൻ മഹത്വത്തിലേക്ക് കയറുന്നില്ല. അവൻ നമ്മുടെ ബലഹീനതയിലേക്ക് കുനിഞ്ഞിറങ്ങും. ഈ ദുർബലമായ തുടക്കത്തിനു മുകളിൽ പുരാതന അനുഗ്രഹം ഇങ്ങനെ പറയുന്നു: കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാക്കുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. പുതുവർഷത്തിനായുള്ള ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്: സമാധാനം. എന്നാൽ അവന്റെ സമാധാനത്തിന്റെ വഴി പുൽത്തൊട്ടി വഴിയാണ്. ചെറിയ, മറഞ്ഞിരിക്കുന്ന, മൂർത്തമായ ഒരു കുട്ടി, ഒരു പേര്, ഒരു അമ്മ, നിശബ്ദനായ ഒരു ജോസഫ്, കുറച്ച് ഇടയന്മാർ. സ്വർഗം ഇതിനകം ഇവിടെയുണ്ട്. എന്നാൽ എളിമയുള്ളവർ മാത്രമേ അത് തിരിച്ചറിയുന്നുള്ളൂ. അവരോട് പറഞ്ഞ സന്ദേശം അവർ അറിയിച്ചു. കണ്ടവർക്ക് നിശബ്ദത പാലിക്കാൻ കഴിയില്ല. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവർക്ക് സന്ദേശവാഹകരാകുന്നു. ഇടയന്മാർ പ്രസംഗങ്ങളില്ലാതെ പ്രസംഗിക്കുന്നു. അവരുടെ പ്രസംഗം അത്ഭുതമാണ്. ഞങ്ങൾ കർത്താവിനെ കണ്ടു. അതു കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. അത്ഭുതപ്പെട്ടു, എന്നാൽ അത്ഭുതം വിശ്വാസമല്ല. ചിലർ അത്ഭുതപ്പെട്ടു. ചിലർക്ക് എന്തോ തോന്നുന്നു. ചിലർ മുന്നോട്ട് പോകുന്നു. ഇന്നും അത് സംഭവിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കുന്നു. നമ്മൾ പങ്കെടുക്കുന്നു. നമ്മൾ കാണുന്നു. നമ്മൾ അനുഭവിക്കുന്നു. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. മറിയ വ്യത്യസ്തയാണ്. മറിയ ഇതെല്ലാം തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ചിന്തിച്ചു. അവൾ സംസാരിക്കാൻ തിടുക്കം കൂട്ടുന്നില്ല. അവൾ ശ്രദ്ധിക്കുന്നു. അവൾ ദൈവത്തിന്റെ പ്രതിധ്വനികൾ ശേഖരിക്കുന്നു. വിശ്വാസം പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് നിലനിർത്തപ്പെടുന്നുവെന്ന് അവൾ നമ്മെ പഠിപ്പിക്കുന്നു. അവളുടെ വിശ്വാസം ഉച്ചത്തിൽ വളരുന്നില്ല. അത് കൂടുതൽ ആഴത്തിൽ വളരുന്നു. അവൾ ഉയരങ്ങൾ പിന്തുടരുന്നില്ല. അവൾ ദൈവത്തെ അവളുടെ ഹൃദയത്തിന്റെ മറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ അനുവദിക്കുന്നു. ഇടയന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചുകൊണ്ട് മടങ്ങിവന്നു. അവർ അതേ വയലുകളിലേക്ക് മടങ്ങും. അതേ ജോലി, അതേ സാധാരണ ജീവിതം. പക്ഷേ അവ ഒരുപോലെയല്ല. ക്രിസ്തുവുമായുള്ള ഒരു കൂടിക്കാഴ്ച എല്ലായ്പ്പോഴും നമ്മുടെ നിലപാട് മാറ്റില്ല. അത് നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നു. അവരുടെ ജീവിതം ഉയരുന്നില്ല. അവരുടെ ആരാധന ആഴമേറിയതാകും. യഥാർത്ഥ വിശ്വാസം ഉയർന്ന വേദിയല്ല. അത് ആഴമേറിയ ഒരു വേരാണ്. ദൈവം ഇത് വീണ്ടും ചെയ്യുന്നു. ബെത്ലഹേമിലല്ല, ഫാത്തിമയിലാണ്. 3 ദരിദ്രരായ കുട്ടികൾ, 3 ചെറിയ ഇടയന്മാർ. ലോകം യുദ്ധത്തിൽ കത്തിയെരിയുമ്പോൾ മറിയ നിശബ്ദമായി വന്നു. അവൾ തന്ത്രങ്ങൾ വാഗ്ദാനം ചെയ്തില്ല. അവൾ ഒരു ജപമാല അർപ്പിച്ചു. പ്രാർത്ഥിക്കുക, നിങ്ങളെ തന്നെ അർപ്പിക്കുക, മതപരിവർത്തനം തേടുക, സമാധാനത്തിനായി യാചിക്കുക. അവർ തിടുക്കത്തിൽ പോയി. കൊട്ടാരങ്ങളിലേക്കല്ല, പ്രാർത്ഥനയ്ക്കാണ്. അവർ ശ്രദ്ധിച്ചു. അവർ അനുസരിച്ചു. അവർ ചെറിയ, മറഞ്ഞിരിക്കുന്ന ത്യാഗങ്ങൾ അർപ്പിച്ചു. ദൈവം സ്വർഗത്തിന്റെ ശബ്ദം സ്ഥിരീകരിച്ചു. എന്നിട്ടും അവർ അതേ കുന്നുകളിലേക്ക് മടങ്ങി. അതേ ഗ്രാമങ്ങൾ, അതേ ലാളിത്യം. അവരുടെ ജീവിതം ചെറുതായി തുടർന്നു. അവരുടെ ഹൃദയങ്ങൾ ആഴമുള്ളതായി. ദൈവത്തിന്റെ തീർത്ഥാടകരായ ജനങ്ങൾക്ക് ഉറപ്പായ പ്രത്യാശയുടെ അടയാളമായിട്ടാണ് സഭ മറിയെ വിളിക്കുന്നത്. ഒരു ഇരുണ്ട താഴ്വരയിലൂടെ മക്കളോടൊപ്പം നടക്കുന്ന ഒരു അമ്മ. ആ പ്രാർത്ഥന നമുക്കറിയാം.
കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ ഞങ്ങൾ ഞങ്ങളുടെ നെടുവീർപ്പുകളും വിലാപവും കരച്ചിലും നിങ്ങളിലേക്ക് അയക്കുന്നു. ഞങ്ങളാണ് ആ കുട്ടികൾ. ഞങ്ങൾ യുദ്ധം കാണുന്നു, ഗർഭയിത്രം, പട്ടിണി. അതിനാൽ ഈ പുതുവർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് കൃപയ്ക്കായി അപേക്ഷിക്കാം. ദൈവം വിളിക്കുമ്പോൾ തിടുക്കത്തിൽ നീങ്ങുക. മറിയെപ്പോലെ നിധി കണ്ടെത്താനും ചിന്തിക്കാനും, ഫാത്തിമയുടെ ഇടയ മക്കളെപ്പോലെ സമാധാനത്തിനായി പ്രാർത്ഥിക്കാനും സ്വയം സമർപ്പിക്കാനും. പുൽത്തൊട്ടിയിൽ നിന്ന് ഫാത്തിമയിലേക്ക്, ബെത്ലഹേമിൽ നിന്ന് നമ്മുടെ സ്വന്തം വീടുകളിലേക്ക്. ദൈവം ഇപ്പോഴും നിശബ്ദമായി വരുന്നു. ദൈവം ഇപ്പോഴും എളിയവരെ തിരഞ്ഞെടുക്കുന്നു. തിടുക്കത്തിൽ പോകുന്നവർ കണ്ടെത്തുന്നതിനായി ദൈവം ഇപ്പോഴും കാത്തിരിക്കുന്നു. ഈ വർഷം നമ്മുടെ വിശ്വാസം ഉയരാൻ പാടില്ല, മറിച്ച് ആഴത്തിൽ വളരട്ടെ, യേശുവിൽ വേരൂന്നിയതും മറിയാൽ നയിക്കപ്പെടുന്നതും മുറിവേറ്റ ലോകത്ത് ദൈവത്തിന്റെ രക്ഷാകരമായ സ്നേഹത്തെ പ്രതിധ്വനിപ്പിക്കുന്നതും. ആമേൻ. Thank you for praying and reflecting with Echoes of the Word. If this helped you go a little deeper in faith, please like, share, and subscribe.